let's move on to stage 3, literary competitions, presenting some of the best works by our students. Listen carefully and enjoy. മാനസദസ്സിന് നമസ്കാരം. എന്നൊരു കുഞ്ഞു കഥയുമായി തന്നിരിക്കുകയാണ്. പേര് എല്ലാം നല്ലത് തന്നെ. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ബുദ്ധിമാനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവിന് നായാട്ട് ഇഷ്ടമുള്ള വിനോദമായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം രാജാവും മന്ത്രിയും ഭടന്മാരും നായാട്ടിന് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നായാട്ടിന് പോകുന്ന വഴി ഒരു അപകടം പറ്റി. രാജാവിന്റെ കൈമുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. അപ്പോൾ ബുദ്ധിമാനായ മന്ത്രി പറഞ്ഞു, അതു നല്ലതു തന്നെ. അത് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. എന്റെ കൈമുറിഞ്ഞ ചോര വരുന്ന സമയത്താണോ അത് നല്ലത് തന്നെ എന്ന് പറയുന്നത്? ഈ മന്ത്രിയെ കൊണ്ടുപോയി ജയിലടയ്ക്കൂ. രാജാവിന്റെ ഭടന്മാരെടുത്ത് രാജാവ് ആജ്ഞാപിച്ചു. ഉടൻ തന്നെ രാജാവിന്റെ ഭടന്മാർ മന്ത്രിയെ കൊണ്ടുപോയി ജയിലടച്ചു. രാജാവ് നായാട്ട് തുടർന്നു. പെട്ടെന്നതാ ഒരു സിംഹം. രാജാവിന്റെ ഭടന്മാർ 4 പാടും മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചു. രാജാവ് അതാ പേടിച്ചു വിറച്ചു ഭൂതം കെട്ടു വീണു. സിംഹം അടുത്തു വന്ന് മണത്തു നോക്കി. ചോരമണം. സിംഹത്തിന് ചോരമണമുള്ള ഇറച്ചി ഇഷ്ടമല്ലായിരുന്നു. രാജാവിനെ തിന്നാതെ സിംഹം നടന്നുപോയി. അപ്പോഴാണ് രാജാവിന്റെ തെറ്റ് രാജാവിന് മനസ്സിലായത്. രാജാവിന്റെ കൈമുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. ഉടൻ തന്നെ രാജാവ് ആജ്ഞാപിച്ചു. മന്ത്രി ജയിലിൽ നിന്നും പുറത്തു വീണു. രാജാവ് മന്ത്രിയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. അയ്യോ രാജാവേ, രാജാവിനെ ജയിലിട്ടില്ലെങ്കിൽ ആ സിംഹം എന്നെയും തിന്നുമായിരുന്നു. എനിക്ക് മരത്തിൽ കയറാൻ പോലും അറിഞ്ഞൂടാ. കൂട്ടത്തോടെ എല്ലാവരും ചിരിച്ചു. രാജാവ് മന്ത്രിക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകി. എല്ലാവരും സന്തോഷമായിരുന്നു. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലത് തന്നെ നമ്മൾ വിചാരിക്കണം. എല്ലാം നല്ലതു തന്നെ. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയമുള്ള കൂട്ടുകാരെ, ഞാൻ സെക്കൻഡിൽ പഠിക്കുന്ന നൈകാജി കൃഷ്ണയാണ്. ഇന്ന് ഞാൻ ചൊല്ലാൻ പോകുന്ന ശ്രീ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എഴുതിയ ഇനി വരുന്നൊരു തലമുറയ്ക്ക് എന്ന കവിതയുടെ ഏതാനും വരികളാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്കിൻ ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്കിൻ ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അത് മലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം അത് മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്കിൻ ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസ്സിലാണെന്നിവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ എന്നൻ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇവിടെ എന്നൻ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്കിൻ ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്കിൻ ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അത് മലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം അത് മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? നന്ദി, നമസ്കാരം. ഞാൻ അന്നൈസ് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്.
ശുചിത്വം നാം കൃത്യമായി പാലിച്ചാൽ പകർച്ചവ്യാധികളെയും ജീവിതശൈലി രോഗങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഗ്രീക്ക് പുരാണത്തിലെ ആരോഗ്യ ദേവതയായ ഹൈജിയയുടെ പേരിൽ നിന്നാണ് ഹൈജീൻ എന്ന വാക്ക് ഉണ്ടായത്. ആരോഗ്യം, വൃത്തി, വെടുപ്പ്, ശുദ്ധി എന്നിവ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ നാം ശുചിത്വം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. പല അസുഖങ്ങളും ഉടലെടുക്കുന്നത് ശുചിത്വക്കുറവിൽ നിന്നാണ്. പല മാരക രോഗങ്ങൾക്കും ശുചിത്വക്കുറവ് കാരണമാകുന്നു. ഈ കാലഘട്ടത്തിൽ പല അസുഖങ്ങളെയും നമുക്ക് വ്യക്തി ശുചിത്വത്തിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. വ്യക്തികൾ സ്വന്തമായി ശീലിക്കേണ്ട ചില ആരോഗ്യ ശീലങ്ങളുണ്ട്. അവ നമ്മെ അസുഖങ്ങളിൽ നിന്നും സംരക്ഷിക്കും. കൊറോണ പോലെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ നാം വ്യക്തി ശുചിത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കണം. പൊതുസ്ഥല സമ്പർക്കത്തിന് ശേഷം 20 സെക്കൻഡോളം കൈകൾ നന്നായി സോപ്പിട്ട് കഴുകണം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് മുഖം മറയ്ക്കണം. സാനിറ്റൈസറുകളുടെ ഉപയോഗം നമ്മെ പകർച്ചവ്യാധികളിൽ നിന്നും സംരക്ഷിക്കും. പൊതുസ്ഥലങ്ങളിൽ തുപ്പാതിരിക്കുക. ഹസ്തദാനം ഒഴിവാക്കുക. നഖങ്ങൾ വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. ഭക്ഷണത്തിന് മുൻപും പിൻപും നന്നായി കൈകൾ സോപ്പിട്ട് കഴുകണം. വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക. ഉണർന്നാൽ ഉടനെ പല്ലു തേക്കണം. ഉറങ്ങുന്നതിന് മുൻപും രാത്രി ഇത് ശീലമാക്കണം. സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുത്ത വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കണം. സൂര്യപ്രകാശം ഫലപ്രദമായ ഒരു അണുനാശിനിയാണ്. ഫാസ്റ്റ് ഫുഡും കൃത്രിമ ആഹാരങ്ങളും നാം കഴിവതും ഒഴിവാക്കണം. അവ കുട്ടികൾക്കും മുതിർന്നവർക്കും ഹാനികരമാണ്. നമ്മുടെ ശരീരത്തിൽ പ്രതിരോധശേഷി നിലനിൽക്കുന്നിടത്തോളം കാലം രോഗങ്ങൾക്ക് നമ്മെ കീഴ്പ്പെടുത്താനാവില്ല. പ്രതിരോധശേഷി നിലനിർത്തുക എന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യം. വ്യക്തി ശുചിത്വം, പോഷക ഗുണമുള്ള ആഹാരം, ശരിയായ വ്യായാമം ഇവയാണ് പ്രതിരോധശേഷി നിലനിർത്താനുള്ള മാർഗങ്ങൾ. നമ്മൾ ഓരോരുത്തരും വ്യക്തി ശുചിത്വത്തിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. എന്നാലേ ഈ കാലഘട്ടത്തിലെ പല അസുഖങ്ങളെയും നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ വിനായകശ്രീ. ഞാൻ ഏർപ്പെടുത്തുന്നു. നിങ്ങളിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് ഇന്ദ്രജാലക്കാരൻ. ഉത്തരഭാരതത്തിൽ നിന്നെത്തിയ ഒരു മികച്ച മാന്ത്രികൻ വിജയനഗരത്തിലെത്തി. അവിടെ കുറെ അഭ്യാസങ്ങൾ ആ മാന്ത്രികൻ കാണിച്ചു. ആദ്യമേ ആ മാന്ത്രികൻ ചെയ്തത് കുറച്ച് കല്ലുകൾ എടുത്തു. എന്നിട്ട് അവൻ കൈപ്പിടിയിൽ വെച്ചിട്ട് കറക്കി. എന്നിട്ട് ഏതോ ഭാഷയിൽ എന്തോ ചൊല്ലി. എന്നിട്ട് ആ കൈകൾ തുറന്നു നോക്കിയപ്പോൾ നിറയെ സ്വർണ്ണ നാണയങ്ങൾ കയ്യിൽ. രണ്ടാമതായി അയാൾ ചെയ്തത് സദസ്സിന് എല്ലായിടത്തും ചോദിച്ചു, നിങ്ങൾക്ക് ഏതെല്ലാം പുഷ്പഗന്ധങ്ങൾ വേണമെന്ന്. സദസ്സിലെ ആൾക്കാർ എല്ലാവരും പല പലത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ മാന്ത്രികൻ ആകാശത്തിൽ നിന്ന് കുറച്ച് പുഷ്പഗന്ധങ്ങൾ എടുത്തു. എന്നിട്ട് സദസ്സിലെ എല്ലാവർക്കും കൊടുത്തു. ചന്ദനം വേണ്ടവർക്ക് ചന്ദനം, പനീർ വേണ്ടവർക്ക് പനിനീർ, അത്തർ വേണ്ടവർക്ക് അത്തർ, അങ്ങനെ എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം കൊടുത്തു. അവസാനമായി അയാൾ ചെയ്തത് ഭയാനകവും അതിവിശ്വസനീയവുമായ ഒരു കാര്യമാണ് അയാൾ ചെയ്തത്. അയാൾ സ്വന്തം ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തു. എന്നിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് അവിടെ മുഴുവൻ നടന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആർക്കെങ്കിലും എന്നെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന്. അങ്ങനെ ആ സദസ്സിൽ കുറെ മാതൃകൾ ഇരുന്നിരുന്നു വിജയനഗരത്തില്. അവർക്കൊന്നും ഇങ്ങനത്തെ അഭ്യാസങ്ങൾ അവർ പഠിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ വിജയനഗരത്തിലെ ചക്രവർത്തിക്ക് നാണക്കേടായി. വിജയനഗരത്തിലെ ചക്രവർത്തി ആലോചിച്ചു എങ്ങനെയാണ് ഈ നാണക്കേട് മാറ്റുന്നത്. അപ്പോൾ രാമനെ ഓർത്തു. രാമന്റെ കയ്യിൽ എന്തെങ്കിലും കുരുട്ട ബുദ്ധി കാണുമെന്ന് ഓർത്തു. അങ്ങനെ രാമൻ ആ സദസ്സിലുണ്ടായിരുന്നു. രാമനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, രാമ, നീ എങ്ങനെയെങ്കിലും ഈ മായാജാലക്കാരൻ്റെ അടുത്ത് നിന്ന് നമ്മളുടെ രാജ്യത്തെ രക്ഷിക്കണം. പറഞ്ഞു, നീ എങ്ങനെ ശീലിച്ചാൽ എനിക്ക് ഞാൻ 1000 സ്വർണ്ണ നാണയങ്ങൾ തരാമെന്ന് പറഞ്ഞു. രാമൻ ചെവി കൊടുത്തതെല്ലാം കേട്ടു.
എന്നിട്ട് മായാജാലക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മായാജാലക്കാര, നീ നിർത്തുക പറയുന്നത്. ആദ്യം നീ എന്റെ വെല്ലുവിളി കേൾക്കൂ. അങ്ങനെയാണെങ്കിൽ മായാജാലക്കാരൻ പുച്ഛിച്ചോടെ രാമനെ നോക്കി. എന്നിട്ട് രാമൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് പോലെ നീ ചെയ്യണം. ഞാൻ കണ്ണെഴുതി ചെയ്യുന്ന കാര്യം നീ കണ്ണ് തുറന്ന് ചെയ്യണം. അങ്ങനെ മായാജാലക്കാരൻ സമ്മതിച്ചു ചെയ്യാന്ന്. അങ്ങനെ രാമൻ കുറച്ച് മുളക് പൊടി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് കണ്ണിൽ തേച്ചു, കൺപോളയിൽ തേച്ചു, കണ്ണടിച്ച് കൺപോളയിൽ തേച്ചു. എന്നിട്ട് കുറെ നേരം അങ്ങനെ നിന്നു. എന്നിട്ട് തുറച്ച് കളഞ്ഞു കൺപോളയിൽ നിന്ന്. എന്നിട്ട് തണുത്ത വെള്ളം കൊണ്ട് മുഴം കഴുകി. എന്നിട്ട് പറഞ്ഞു മായാജാലക്കാരൻ, ഞാൻ ചെയ്തു കഴിഞ്ഞു എന്റെ മായാജാലം, ഇനി നീ ചെയ്ത് കണ്ണ് തുറന്നുകൊണ്ട്. അങ്ങനെ മായാജാലക്കാരൻ ഓർത്തു, ഈ കണ്ണ് തുറന്നോണ്ട് ഇത് എനിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെ മായാജാലക്കാരൻ അവിടെ നിന്ന് ഓടി. പിറകെ ആൾക്കാരും ഓടി മായാജാലക്കാരനെ കൊണ്ടുവന്നു. എന്നിട്ട് രാമൻ പറഞ്ഞു, എനിക്ക് നിന്റെ ശിരസ്സൊന്നും ഈ മണ്ടശിരസ് വേണ്ട. എനിക്ക് രാജാവ് വാഗ്ദാനം ചെയ്ത 1000 സ്വർണ്ണ നാണയങ്ങൾ മാത്രം മതി. അങ്ങനെ രാജാവ് സന്തോഷത്തോടെ 1000 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ദേവി നന്ദന BS. ഞാൻ 6ലെ വിദ്യാർത്ഥിനിയാണ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോണ വിഷയം എന്തെന്നാൽ വിദ്യാർത്ഥികളും കൊറോണ കാലവും. ഇന്ന് വികസിത രാജ്യങ്ങൾ, വികസ്വര രാജ്യങ്ങൾ എന്ന വേർതിരിവില്ലാതെ ലോകം മുഴുവൻ കൊറോണ എന്ന മഹാമാരി പകർന്നു പിടിക്കുന്ന ഒരു ഘട്ടമാണിത്. നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് ആർക്കും ഇതിനെതിരായിട്ടുള്ള വാക്സിൻ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റും നമ്മുടെ ആരോഗ്യ വകുപ്പും പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. അത് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോഴുള്ള ഒരു പോവും വഴി. നമ്മൾ കുട്ടികൾ കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കുകയും TV-യിലൂടെയും പത്രത്തിലൂടെയും നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുകയും വേണം. ഒപ്പം നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന വ്യക്തികൾക്ക് അത് പകർന്നു കൊടുക്കുകയും വേണം. കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകുകയും മാസ്ക് നിർബന്ധമായി ധരിക്കുകയും വേണം. ആവശ്യമില്ലാതെ പുറത്തു പോകേണ്ട അവസ്ഥ വന്നാൽ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുകയും മറ്റുള്ളവർക്ക് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും വേണം. സോഷ്യൽ ഡിസ്റ്റൻസിന്റെ ഭാഗമായാണ് നമ്മൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ പുതിയ പഠന രീതി പരിചയപ്പെട്ടത്. തുടക്കത്തിലൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് എന്ന് കേട്ടപ്പോൾ ഭയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തീരെ ഇല്ല എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. ഈ പഠന രീതിയുമായി നമ്മൾ വേഗം തന്നെ ചേരാൻ സഹായിച്ച നമ്മുടെ അധ്യാപകരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആദ്യമൊക്കെ സ്കൂളിൽ പോയി പഠിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കേണ്ടി വന്ന ഈ സാഹചര്യം ഒരുക്കിയ ഈ മഹാമാരിക്ക് എത്രയും വേഗം വാക്സിൻ കണ്ടുപിടിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം. ഈ അപകടകരമായ ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ കൈവിടാതെ ചേർത്ത് പിടിച്ച് പാഠഭാഗങ്ങൾ പഠിപ്പിച്ചിരുന്ന നമ്മുടെ അധ്യാപകർക്ക് 1000 നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. നന്ദി. നമസ്കാരം, ഞാൻ അന്നായസ് ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് കവിയും അധ്യാപകനുമായ ശ്രീ മധുസൂദനൻ നായരുടെ അഗസ്ത്യ ഹൃദയം എന്ന കവിതയിലെ ഏതാനും വരികളാണ്. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിന്നു മുൻപേ കനൽ കാടു താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിലഗസ്ത്യനെ കാണാം, ചിട നീണ്ട വഴിയളർന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും, ചിലയും അമ്പും നീട്ടീരതിരഞ്ഞും, ഭാണ്ഡമൊലിവാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും, മല കയറുമീ നമ്മളൊരു വേളയൊരു കാതമേയുള്ളു മുകളിലെത്താൻ, ഇപ്പൊഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ, ഇപ്പാപശില നീയമത്തിച്ച വിട്ടു, ജീവന്റെ തീമഴുവെറിഞ്ഞു ഞാൻ നീട്ടും,
ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ. ഗിരിമകുടമാണ്ടാലഗസ്ത്യനെ കണ്ട, ഗിരിമകുടമാണ്ടാലഗസ്ത്യനെ കണ്ട, പരലുപോലെ താരമിഴിയൊളി പുരണ്ടാൽ കരളിൽ കലക്കങ്ങൾ തെളിയുന്ന പുണ്യം. ജ്വരമാണ്ടൊരുടലിന്നു ശാന്തി ചൈതന്യം. ഒടുവിൽ നാം എത്തി ജന്മശൈലത്തിന്റെ കൊടുമുടിയിലിവിടാരുമില്ലേ. വനപർണശാല ഇല്ലല്ലോ, മനം കാത്ത മുനിയാമഗസ്ത്യനില്ലല്ലോ. മന്ത്രം മണക്കുന്ന കാറ്റിന്റെ കൈകൾ മരുന്നുരയ്ക്കുന്നതില്ലല്ലോ. പശ്ചേമ ശരണശതം ചൊല്ലി നിന്നോർ പാൽ ചോറ്റി കാൺമതില്ലല്ലോ. രുദ്രാക്ഷമെണ്ണിയോരാ നാഗദണ്ഡിതൻ മുദ്രാതലങ്ങളില്ലല്ലോ. അഴലിന്നിഴൽ കുത്തുമർമ്മം ജയിച്ചോർ തഴുതാമ പോലുമില്ലല്ലോ. ദാം തിളച്ചാവിനാഗമാകുന്ന രാധിക്കിന്റെ വക്കുപുളയുന്നു. ചിത്തങ്ങൾ ചുട്ടുതിന്നാടുന്ന ചിതകളുടെ ചിരി പോലെ ചിതറിയ വെളിച്ചമമറുന്നു. കൺമുനകൾ കൂർച്ചുണ്ടു നീട്ടിയന്തിക്കിളി പൂമേനി കൊത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൗമമൗഢ്യം വാ തുറന്നുള്ളിൽ വീഴുന്ന മിന്നാമിനുങ്ങിനെ നുണച്ചിരിക്കുന്നു. മലവാത തുപ്പും കനൽ ചീലുകൾ നക്കി മല ചുറ്റിഴയും കരിന്തേളുകൾ മണ്ണിലഭയം തിരക്കുന്ന വേരിന്റെയുമിനീരിലപമൃത്യുവിൽ വാലു കുത്തിയാഴ്ത്തുന്നു. ചുറ്റും ത്രിദോഷങ്ങൾ കോപിച്ചു ഞെക്കുന്ന അന്ത്യപ്രദോഷം വിറുങ്ങലിക്കുന്നു. സന്നിപാതത്തിന്റെ മൂച്ചയാലി ശൈലനാടിയോ തീരെ തളർന്നിരിക്കുന്നു. ഭ്രമ്മിയും കുപ്പക്കൊടിത്തൂവയും തേടി അഗ്നിവേശൻ നീലവിണ്ണു ചുറ്റുന്നു. ദാഹമേറുന്നോ രാമദേഹമിടറുന്നോ, ദാഹമേറുന്നോ രാമദേഹമിടറുന്നോ. നീർക്കിളികൾ പാടുമൊരു ദിക്കു കാണാം, അവിടെ നീർക്കണിക തേടി ഞാനൊന്നു പോകാം. നീർക്കിളികൾ പാടുമൊരു ദിക്കു കാണാം, അവിടെ നീർക്കണിക തേടി ഞാനൊന്നു പോകാം. കാലാൽ തടഞ്ഞതൊരു കൽച്ചരലു പാത്രം, കയ്യാലെടുത്തതൊരു ചാവു കിളി മാത്രം. കാലാൽ തടഞ്ഞതൊരു കൽച്ചരലു പാത്രം, കയ്യാലെടുത്തതൊരു ചാവു കിളി മാത്രം. കരളാൽ തടഞ്ഞതൊരു കൺചിമിഴുവെള്ളം, കരളാൽ തടഞ്ഞതൊരു കൺചിമിഴുവെള്ളം. ഉയിരാൽ പിറപ്പു വെറുമൊറ്റമൊഴി മന്ത്രം, ഉയിരാൽ പിറപ്പു വെറുമൊറ്റമൊഴി മന്ത്രം. നന്ദി, നമസ്കാരം. നമസ്കാരം. ശ്രീ ശ്രീകുമാരൻ തമ്പിയുടെ അമ്മയ്ക്കൊരു താരാട്ട്. എന്നെയുറക്കുവാൻ നീ പണ്ടു പാടിയ കണ്ണുനീർ പാട്ടും കടമെടുക്കുന്നു ഞാൻ. എന്നെയുറക്കുവാൻ നീ പണ്ടു പാടിയ കണ്ണുനീർ പാട്ടും കടമെടുക്കുന്നു ഞാൻ. ഇന്നു ഞാൻ താരാട്ടു പാടാം, ഇന്നു ഞാൻ താരാട്ടു പാടാം. ഉറങ്ങു കിന്നമ്മേ
ഇനിയല്ലലില്ല നീ മുക്തയായി. ജന്മം കടം രക്തദുഗ്ധം കടം നാവിൽ നിൻ വിരൽ തേച്ച പൊൻതേൻ കണത്തിൽ പൂത്ത സംഗീതവും അമ്മയെന്ന വാക്കിൽ നിന്നും മിന്നിത്തെളിഞ്ഞൊരിൻ വാങ്മയവും കടം. കിട്ടാക്കടത്തിൻ കണക്കു സൂക്ഷിക്കാതെ സൽക്കരിച്ചെന്നെ നീ അന്ത്യദിനം വരെ. കിട്ടാക്കടത്തിൻ കണക്കു സൂക്ഷിക്കാതെ സൽക്കരിച്ചെന്നെ നീ അന്ത്യദിനം വരെ. ഒന്നും പകരം തരാൻ കഴിഞ്ഞില്ല, ഒന്നും പകരം തരാൻ കഴിഞ്ഞില്ല. നിൻ പൊന്മകൻ പാടി നടന്നു സഞ്ചാരിയായി. എത്ര എടുത്താലും ഒട്ടും കുറയാത്ത സ്വത്തും മാത്രമതമ്മയാണുഴിൽ. പേറ്റുനോവാൽ കടം വീട്ടുന്നു പുത്രിമാർ, പേറ്റുനോവാൽ കടം വീട്ടുന്നു പുത്രിമാർ. ഓർത്താലധമർണർ ആൺമക്കളെന്നുമേ, ഓർത്താലധമർണർ ആൺമക്കളെന്നുമേ. മിണ്ടാതെ എങ്ങനെ നീ കിടക്കുന്നു, നിൻ മുൻശുണ്ഠിയെങ്ങ് ചടുലമാം ആംഗിക ഭാവങ്ങളെങ്ങ് തിരയടിക്കും കടൽ. ഈ വിധം നിശബ്ദമാവതിന്തൽഭുതം. ജീവിതം യുദ്ധമാണെന്നോതി നീ തോറ്റുപോകാതെ അംഗം തുടർന്നിതന്ത്യം വരെ. മൗനമായി വന്നു മരണം, ഈ തോൽവിയും ധന്യം. അഭിമാനമെന്നുമേ നിന്ധനം, അഭിമാനമെന്നുമേ നിന്ധനം. എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മുൻകോപവും കോപത്തിനുള്ളിലെ നന്മയും ദാരിദ്ര്യ ദുഃഖത്തിനുള്ളിലും വെട്ടിത്തിളങ്ങിയ ദാനമാം ധർമ്മഭാവത്തിൻ്റെ സ്വർഗപ്രകാശവും. ഇല്ല, നീ കണ്ണു തുറക്കില്ല, മക്കൾ തൻ കൊള്ളിവാക്കിൽ മനം വേവില്ലിനി. അർത്ഥമത്രമേൽ പൂക്കും ശകാരവാക്കിനഗ്നിശുദ്ധിയാ നാവിൽ തുളുമ്പുകയില്ലിനി. സത്യമാം നിദ്രയിൽ നീ ലയിച്ചു, സത്യമാം നിദ്രയിൽ നീ ലയിച്ചു. ദുഃഖവർഷക്കൊടുങ്കാറ്റിൽ നിന്നും നിൻ പ്രാണനും സ്വത്തും തിരഞ്ഞു തിരഞ്ഞു തളർന്നിതാ നിത്യതയായലിഞ്ഞും കാരബിന്ദുവിൽ. നിന്റെ വാത്സല്യ ജലത്തിൽ കുളിച്ച് ഇനി എന്റെ പാപത്തിൻ കുടമുടക്കട്ടെ ഞാൻ. അഗ്നി കൊളുത്തട്ടെ എൻ ഗൃഹത്തിനു ഞാൻ, അഗ്നി കൊളുത്തട്ടെ എൻ ഗൃഹത്തിനു ഞാൻ. ശുദ്ധി ലഭിക്കട്ടെ
ജീവനും ശുദ്ധി ലഭിക്കട്ടെ അങ്ങനെ ജീവനും. നന്ദി, നമസ്കാരം. നമസ്കാരം. ശ്രീ സച്ചിദാനന്ദൻ്റെ നാമദേവൻ ക്ഷേത്രങ്ങളിൽ ചോദ്യം ചെയ്യുന്നു. വരിക പുറത്തു പൂജാരി, നിൻ പൂണുനൂൽ കഴുകുകി കിളികൾ തൻ മഴയിൽ. ഒരു ശില മാത്രം ഭജിക്കുവാനെന്തു നീ, ശിലയായ ശിലയൊക്കെ രാമൻ. തിരിയാർക്കു വേണ്ടി കൊളുത്തുന്നു കോവിലിൽ, ഉലകിൻ്റെ സൂര്യനേ രാമൻ. അവനെന്തിനി പട്ടു തിരുവാട, ആകാശമവനെ പൊതിഞ്ഞിരിക്കുമ്പോൾ. അവനു പൂമാലയോ ലോകങ്ങളൊക്കെയും അവിടുത്തെ മലർവനിയല്ലോ. അവനു മന്ത്രങ്ങൾ ഹാ ശബ്ദമൂലം തന്നെ അവനാകും ഓംകാരമല്ലോ. പ്രഭുവിനു നൈവേദ്യമെന്തിന്, ബ്രഹ്മാണ്ഡം അവനായി വിളഞ്ഞിരിക്കുമ്പോൾ. അവനെ നിലാവിൻ്റെ ഖജനാവ്, പാലെന്തിനഭിഷേകമെന്തിനു തേൻ, ഈ വെയിലിൻ്റെ പ്രഭുവിന് മലർക്കാറ്റിൽ മുങ്ങുവോനണിയണം ചന്ദനമെന്നോ. മതി ഭ്രഷ്ടയാം സീത പോലും അയക്കില്ല പതിയെ ഈരുളിൻ തുറുങ്കിൽ. മതിൽ കെട്ടി നിർത്തില്ല ഈ ദയാപ്രളയത്തെ നിലവിട്ട രാവണൻ പോലും. പറയന്നു പടിയടച്ചിടുമിടം നിൻ ക്ഷേത്രമിത് തനിപ്പാപസങ്കേതം. പറയുകീ വിഗ്രഹം പണിതതാർ, ആർ കോവിലളവുത്തു ശില വെച്ചുയർത്തി. തകിലിന്നു തുകലിട്ടതാർ, ഇലത്താളവും കുഴലും വിളക്കുമാർ തീർത്തു. മകുടവും മാലയും മേലാപ്പുമാർ ചേർത്തു. തിരുവാടയാർ നെയ്തലക്കി പഴമാരുടേതാരു വിളയിച്ചു ദേവന് പ്രിയമെന്നു പറയും നിവേദ്യം. അവനെ നിർമ്മിച്ചൊരാ ദൈവമേ, എൻ ദൈവം അവനില്ല കോവിലിന്നിരുളിൽ. അവനുണ്ട് തൂമ്പയിൽ തറിയിൽ മുഴക്കോലിൽ, അവനുണ്ടടുക്കള പുകയിൽ കരുവാൻ്റെ ആലതൻ കനലിൽ. മൂശാരിതൻ ഉരുകിത്തിളച്ച ലോഹത്തിൽ, അവനമ്മമാർ കുടിക്കുന്ന തീതൈലത്തിൽ. അവനനാഥൻ്റെ വിശപ്പിൽ ചലനമെനിക്കു നിശ്ചലത, ശൂന്യത എൻ്റെ ഭവനം. വിശപ്പെനിക്കന്നം, ഭജനമെനിക്കു മൗനം. സുഷുന്മയ്ക്കകമൊരു താരകോടി തൻ സ്ഫോടം. മിഴിയടച്ചിട്ടു ഞാൻ കാണുന്നതെന്തെന്നു പറയുന്നതെങ്ങനെ വാക്കാൽ. മഴവിൽ ഒതുങ്ങുമോ മഷിയളുക്കിൽ, കടൽ തളയുമോ പമ്പരച്ചരടിൽ. മതിൽ മാറ്റു പടരട്ടെ കറുകമേഘം പോലെ, അതിലൂടെ മുയലു പായട്ടെ. കതകു പൊളിക്കുക കത്തും ശിലയിൽ നിന്നൊഴുകട്ടെ പകലിൻ്റെ തോടി.
വരിക പുറത്തു പൂജാരി നിന്നാത്മാവു തഴുകുകി പതിതർ തൻ വേർപ്പിൽ. അറിക ഗ്രന്ഥങ്ങളിലല്ല നിന്നുള്ളിലെ ഹരിതൻ കറുപ്പിൻ രഹസ്യം. അറിക ഗ്രന്ഥങ്ങളിലല്ല നിന്നുള്ളിലെ ഹരിതൻ കറുപ്പിൻ രഹസ്യം. നന്ദി. നമസ്കാരം. ഞാനിന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് കൊപ്പം വിജയൻ രചിച്ച ഗാന്ധാരി വീണ്ടും കരയുന്നു എന്ന കവിതയാണ്. കുരുക്ഷേത്രമുണരുന്നു വീണ്ടും കബന്ധങ്ങളുറ്റവർക്കായി കിടക്കുന്നു. കൊന്നും ചത്തുമീ അഭിനവ ക്ഷത്രിയർ കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ. ഇന്നു കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ. ചാകാൻ പിറന്നൊരീ ചേകവക്കൂട്ടങ്ങൾ ചോരയിൽ മുങ്ങി പരസ്പരം വീഴുന്നു. ചാരിതാർത്ഥ്യം കൊണ്ട് നേതാവ് കരയുന്നു. ചാരിത്ര്യമോതുന്ന ഗണിതയെപ്പോൾ നാടുവാഴുന്നവർ സിംഹാസനങ്ങളിൽ. താഴെ വീഴുന്നവൻ മണ്ണിനുള്ളിൽ. രക്തസാക്ഷിത്വം ധ്വജങ്ങൾക്കു കീഴിലൊരു ചില്ലിട്ട കൂട്ടിൽ പാദവക്കിൽ. കാക്കയും കിളികളും കാഷ്ടിച്ച് പൂജിച്ച് വേനലും വർഷവും താടിച്ച് നോവിച്ച് ഗതി തേടിയെപ്പോഴോ പോയൊരാത്മാവിൻ്റെ നോക്കുകുത്തികളെ നീ വീണ്ടും പണുക്കുക. കെട്ടുതാലി പൊട്ടി വീടുന്ന നേരത്ത് പൊട്ടിക്കരഞ്ഞിടാൻ പോലും കഴിയാത്ത ജീവച്ചവങ്ങളാം ഭാര്യമാർക്കില്ലാത്ത ഭാഗ്യത്തെ ഓർത്തു നീ താപിച്ചിരിക്ക. നീ ആറ്റുനോറ്റുണ്ടായൊരാൺതരി ആരാന്റെ കൈ കൊണ്ട് വെട്ടേറ്റു വീഴുന്നതും വികൃതമായി വിധിയോടു കീഴടങ്ങുന്നതും കാണേണ്ടി വന്നൊരു ഗാന്ധാരിമാർ. ആരോടു ചൊല്ലേണ്ടു ആരെ ശപിക്കേണ്ടു നാഥനില്ലാത്തൊരു യുദ്ധഭൂവിൽ. ഇരുളും വെളിച്ചവും വേർതിരിച്ചറിയാത്ത ധൃതരാഷ്ട്രനേത്രരാം ധീരയോദ്ധാക്കളെ മൃതരായി കിടക്കുവാൻ എന്തിനായി നിങ്ങളീ ധരണിയിൽ വന്നു പിറന്നതെന്തിങ്ങനെ? പുഷ്പചക്രങ്ങളിൽ മിന്നുന്ന വേരുകൾ മത്സരം കൂട്ടിക്കുമിഞ്ഞിടുമ്പോൾ നടുക്കം ഡിഗ്രിയിൽ രേഖപ്പെടുത്തുന്നു. ദൂരത്തിരുന്നു സാമാജികന്മാർ. അച്ഛനില്ലാത്ത കിടാങ്ങൾ തൻ രോദനം പീയൂഷമായി നേതാവേ കരുതുക. അർത്ഥം തിരിക്കുക ധീരനായി വാഴ്ത്തിനി നാടുകൾ തോറും പാടി നടക്കുക. വീണ്ടും മാമാങ്കവേദികൾ കൂട്ടുക. പുതിയ ചാവേറുകളെ സൃഷ്ടിച്ചെടുക്കുക. ബുദ്ധിയില്ലാത്തൊര പാവങ്ങളെ കൊന്ന് ശുദ്ധി വരുത്തി വിജയായി തീരുക. എങ്കിലും കരയുക മാതാവേ നീ. മക്കളെയോർത്ത് പൊട്ടിക്കരഞ്ഞിടുക. എങ്കിലും കരയുക മാതാവേ നീ. മക്കളെയോർത്ത് പൊട്ടിക്കരഞ്ഞിടുക.
നിൻ കണ്ണിൽ നിന്നിട്ടു വീഴുന്ന ചോരയൊരു കടലായിടും അഗ്നിനാളമാകും. കഴിയില്ലെതിർക്കാൻ അതിൽ നിന്നൊരുത്തനും, രക്ഷപ്പെടില്ല ഗാന്ധാരി കരയുക, രക്ഷപ്പെടില്ല ഗാന്ധാരി കരയുക. നന്ദി, നമസ്കാരം. മാന്യസദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ നയന 8C പഠിക്കുന്നു. ഞാൻ ഇന്ന് ആരോഗ്യ കേരളം സുന്ദര കേരളം എന്ന വിഷയത്തെപ്പറ്റി പറയുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ ചെറുതല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആശുപത്രികളും ഡോക്ടർമാരും സേവനങ്ങളും കേരളത്തിൽ ലഭിക്കുന്നു. വിദേശത്തു നിന്ന് പോലും ആളുകൾ ഇത് തേടിയും വരുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കാം നമുക്ക് കേരളം ആരോഗ്യരംഗത്ത് ഒരുപാട് മുന്നിലാണെന്ന്. ശുചിത്വ പരിപാലന രംഗത്തും കേരളം മുന്നിൽ തന്നെയാണ്. എന്നാലും ഒരുപാട് ബോധവൽക്കരണങ്ങളിലൂടെ ഇനിയും മുന്നിലെത്തേണ്ടതുമുണ്ട്. നിപ്പ എന്ന മഹാമാരിയെ തടുക്കുന്നതിലും കേരളം വിജയിച്ചിരിക്കുന്നു. നിപ്പയും കോവിഡും ഇനി വരുന്ന മഹാമാരികളെയും എല്ലാം നമ്മുടെ കേരളം പ്രതിരോധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ലോകം മുഴുവനും കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിലാണ്. ഒരു ഭൂപടം ഒഴിച്ച് ബാക്കി എല്ലാ ഭൂപടങ്ങളും കോവിഡിൻ്റെ പിടിയിലാണ്. നമ്മുടെ കൊച്ചു കേരളവും കോവിഡിൻ്റെ പിടിയിലാണ്. കോവിഡിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ അവർ ചെയ്യുന്ന പ്രവർത്തികൾ വളരെ വലുതാണ്. നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. കോവിഡും ഇനി വരുന്ന മഹാമാരിയും എല്ലാം നമ്മൾ അതിജീവിക്കും. ഒരു സുന്ദര കേരളമാകണമെങ്കിൽ കേരളം ആരോഗ്യ കേരളമായിരിക്കണം. നമ്മുടെ കേരളം സുന്ദര കേരളവും ആരോഗ്യ കേരളവും ആയിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അഴിമതിരഹിത ഭാരതം എൻ്റെ സ്വപ്നം എന്ന വിഷയത്തിൽ സംസാരിക്കുവാനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. അതെ, അഴിമതിരഹിതമായ ഒരു രാജ്യം ആഗ്രഹിക്കാത്ത വ്യക്തികൾ കാണുമോ? തീർച്ചയായിട്ടുമില്ല. ഞാനും അതുപോലെ തന്നെ അഴിമതിരഹിതമായ ഒരു ഇന്ത്യയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. അഴിമതി എന്നാൽ പൊതു സ്വത്തിൻ്റെയോ അതുപോലെ തന്നെ പൊതു ഉദ്യോഗത്തിൻ്റെയോ ചൂഷണമോ ദുരുപയോഗമോ ആണ്. അഴിമതിയെപ്പറ്റി കൂടുതൽ നോക്കിയാൽ ലോകത്തിലെ എല്ലാ മേഖലകളിലും, വാണിജ്യ മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ, എന്തിനേറെ പറയുന്നു, ആരോഗ്യ മേഖലയിൽ വരെ അഴിമതി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും, വികസന രാജ്യമെന്നോ വികസിത രാജ്യമെന്നോ ഇല്ലാതെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അഴിമതി നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഭാരതത്തെ അഴിമതി കൂടുതൽ ബാധിക്കും. കാരണം ഭാരതം ഒരു വികസ്വര രാജ്യമാണ്, വികസനത്തിൻ്റെ പാതയിലൂടെ കുതിച്ചുയരുന്ന രാജ്യം. നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലൊരു ശതമാനം ആളുകളും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ നിന്നുള്ളവരാണ്. ഇവരെ അഴിമതി കൂടുതൽ ബാധിക്കും. പിന്നെ എങ്ങനെയാണ് വികസിത രാജ്യമാകാൻ നമുക്ക് സാധിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അഴിമതി ഭാരതത്തെ പോലുള്ള രാജ്യങ്ങളെ അഥവാ ഭാരതത്തെ തന്നെ അഴിമതി കൂടുതൽ ബാധിക്കുമെന്ന്. ഇനി നോക്കേണ്ട വിഷയം, എന്തുകൊണ്ട് അഴിമതി? ഈ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: മനുഷ്യന്റെ അത്യാഗ്രഹം. പണത്തോടും സമ്പത്തിനോടുമുള്ള മനുഷ്യന്റെ അത്യാഗ്രഹം, അതുമാത്രമാണ് ഇതിനുള്ള ഉത്തരം. എല്ലാ ദിവസവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അഴിമതികൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മെ ബാധിക്കില്ല എന്ന് ചിന്തിച്ച് അഴിമതിക്ക് കണ്ണടച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ വാസ്തവികത മറ്റൊന്നാണ്. എല്ലാ അഴിമതികളും നമ്മെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തീർച്ചയായിട്ടും ബാധിക്കും. മുന്നോട്ട് നോക്കിയാൽ എങ്ങനെ അഴിമതിയെ തടയാം എന്ന ചോദ്യം ഉന്നയിക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് രണ്ട് ഉത്തരങ്ങളുണ്ട്. ഒന്ന്, നല്ല വിദ്യാഭ്യാസ നയത്തിലൂടെ. രണ്ട്, കർശനമായ നിയമങ്ങളിലൂടെ. നമ്മുടെ വളർന്നു വരുന്ന കൊച്ചു കുട്ടികളെ അഴിമതി തെറ്റാണെന്ന് പഠിപ്പിക്കണം. എങ്കിൽ നാളത്തെ അവരാകുന്ന ഇന്ത്യ അഴിമതിരഹിതമായ ഒരു രാജ്യമായി മാറും. അല്ലെങ്കിൽ കർശനമായ നിയമങ്ങൾ വരണം. നിയമങ്ങൾ വന്നാൽ മാത്രം പോരാ, നടപ്പാക്കുകയും വേണം. ഇത് രണ്ടും ഒരു പക്ഷേ ഒരേ സമയത്ത് നടപ്പാക്കിയാൽ നല്ല വിദ്യാഭ്യാസ നയവും അതുപോലെ തന്നെ
കർശനമായ നിയമങ്ങൾ നടപ്പാക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വികസിത രാജ്യമാകാനുള്ള മോഹം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मेरी प्रणाम. मैं मगरना पे आया हूँ फर्स्ट बी. हाथी राजा कहाँ चले, सूट किया तल कहाँ चले, मेरी कॉफी आओ ना, हलवा पूरी खाओ ना, आओ बैठी कुर्सी बक, कुर्सी बोली चटपट चटर-पटर. थैंक यू. प्रिय गुरुजनों और मेरे प्यारे मित्रों, आप सबको मेरे सादर प्रणाम. आज मैं रामधारी सिंह दिनकर का गीत अगीत नामक कविता प्रस्तुत करना जा रही हूँ. इस कविता में भी प्रकृति के सौंदर्य के अतिरिक्त जीव जंतुओं के ममत्व, मानवीय राग और प्रेम भाव काफी सजीव चित्रण है. कविता गीत अगीत. गाकर गीत विरह का तड़नी, बेगबती बहती चाहती है. गाकर गीत विरह का तड़नी, बेगबती बहती चाहती है. दिल हल्का कर लेने को उपलों से कुछ कहती चाहती है. तट पर एक गुलाब सोचता, देते स्वर यदि मुझे विदाता. अपने पलचर के सपनों का मैं भी जग को गीत सुनाता. गा गा कर बह रही निचरी, बादल मूग खड़ा तट पर है. गीत अगीत कौन सुंदर है, बैठा शुग उस खनी टाल पर, जो खोते पर छाया देती. बैठा शुग उस खनी टाल पर, जो खोते पर छाया देती. पंख फुला नीचे खोते में, शुगी बैठ अंडे है सेती. गाता शुग जब किरण बसंती, छूती अंग पर्ण से छनकर. किंतु शुगी के गीत उमट कर, रह जाते स्नेह में सनकर. खूंज रहा शुग का सुर वन में, भूला मगन शुगी का पर है. गीत अगीत कौन सुंदर है, दो प्रेमी हैं यहाँ, एक जब बड़े सांच आल्हा गाता है. दो प्रेमी है यहाँ, एक जब बड़े सांच आल्हा गाता है. पहला स्वर उसकी राधा को कसे यहाँ खींच लाता है. चोरी चोरी खड़ी नीम की छाया में छिपकर सुनती है. हुई न क्यों में खड़ी गीत की बिदना, यो मन में गुनती है. वह गाता पर किसी वेग से, फूल रहा इसका अंदर है. गीत अगीत कौन सुंदर है. धन्यवाद. आदरणीय अध्यापकों और मेरा प्रिय मित्रों, सबको मेरा प्रणाम. श्रीमती सुभद्रा कुमारी चौहान की जालियनवाला बाग में बसंत नामक कविता में यहाँ गाना चाहती हूँ. यहाँ कोकिला नहीम काग है शोर मचाते, यहाँ कोकिला नहीम काग है शोर मचाते. काले खाले खीड़ भ्रमर खा भ्रम उपजाते. यहाँ कोकिला नहीम काग है शोर मचाते, काले खाले खीड़ भ्रमर खा भ्रम उपजाते. खलियां भी अध खिली मिली है खंडक कुल से, वे पौधे व पुष्प शुष्क है अथवा छुल से. खलियां भी अध खिली मिली है खंडक कुल से, वे पौधे व पुष्प शुष्क है अथवा छुल से. परिमलहीन पराग दाग सा बना पड़ा है, हाँ यह प्यारा बाग खून से सना पड़ा है. हाँ यह प्यारा बाग खून से सना पड़ा है. आओ प्रिय ऋतुराज, आओ प्रिय ऋतुराज, किंतु धीरे से आना. आओ प्रिय ऋतुराज, किंतु धीरे से आना. यह है शोक स्थानीय मत शोर मचाना. वायु चले
पर मंद चाल से उसे चलाना। दुख की आहें संग उड़ाकर मत ले जाना। वायु चले पर मंद चाल से उसे चलाना। दुख की आहें संग उड़ाकर मत ले जाना। कोकिल गावे किंतु राग रोने का आवे। भ्रमर करे गुंजर कष्ट की खदा सुनावे। लाना संक में पुष्प न होंगे अधिक सजीले, तो सुगंध भी मंद ओस से कुछ कुछ गीले। किंतु न तुम उपहार भाग आ कर दिखलाना। स्मृति में पूजा हेतु यहाँ थोड़े बिखराना। कोमल बालक मरे यहाँ गोली खाकर, कलियां उनके लिए गिराना थोड़ी लाकर। आशाओं से भरे हृदय भी चित्र हुए हैं, अपने प्रिय परिवार देश से भित्र हुए हैं। आशाओं से भरे हृदय भी चित्र हुए हैं, अपने प्रिय परिवार देश से भित्र हुए हैं। कुछ कलियां अधखिली हम इसलिए छठाना, करके उनकी याददाश्त से ओस बहाना। तड़प तड़प का वृत्त मरे है गोली खाकर, शुष्क पुष्प कुछ वहां गिरा देना तुम जाकर। यहाँ कोकिला नशीं काग है शोर मचाते, काले खाले खीर भ्रमर खा ब्रह्म बजाते। धन्यवाद। आदरणीय गुरुजनों और मेरे प्यारे मित्रों, आप सबको मेरा सादर प्रणाम। आज मैं एशली आप सबके सामने अयोध्या सिंह उपाध्याय हरियाउत द्वारा रचित कविता करमवीर प्रस्तुत करने जा रही हूँ। इस कविता के माध्यम से कवि हमें उन लोगों की वर्णन करते हैं जो अगर जीवन में कुछ भी ठान ले तो उसे वो करके रहते हैं। तो आइए सुनते हैं करमवीर। देखकर बाधा विविध बहुविघ्न घबराते नहीं, रह भरोसे भाग्य के दुख भोग पछताते नहीं। काम कितना भी कठिन हो किंतु उकताते नहीं, भीड़ में चंचल बने जो वीर दिखलाते नहीं। हो गए एक आन में उनके बुरे दिन भी भले, सब जगह सब काल में वे ही मिले भूले भले। आज जिसे करना है करते हैं उसे वह आज ही, सोचते करते हैं जो कुछ कर दिखाते हैं वही। मानते जो भी है सुनते हैं सदा सबकी कहें, जो मदद करता है अपनी इस जगत में आप ही। भूल कर वे दूसरों का मुंह कभी तकते नहीं, कौन ऐसा काम है जिसे कर वे सकते नहीं। जो कभी अपने समय को यूं बिताते हैं नहीं, काम करने की जगह बातें बताते हैं नहीं। आजकल करते हुए दिन गवाते हैं नहीं, यत्न करने से जी हाँ कोई चुराते हैं नहीं। बात है वह कौन सी होती नहीं उनके लिए, वे नमूना आप बन जाते हैं औरों के लिए। धन्यवाद। आदरणीय गुरुजनों और मेरे प्यारे मित्रों, सबको मेरा सादर प्रणाम। आज मैं यहाँ पर अयोध्या सिंह उपाध्याय हरियाउत द्वारा रचित कविता करमवीर प्रस्तुत करने जा रही हूँ। इस कविता के माध्यम से कवि उन लोगों का वर्णन करना चाहता है अगर जीवन में कुछ भी ठान ले तो वो करके रहता है। इन लोगों में हिम्मत और संयम होता है। तो आइए सुनते हैं करमवीर। देखकर बाधा विविध बहुविघ्न घबराते नहीं, रह फरोसे भाग्य दुख भोग पछताते नहीं। काम काम कितना ही कठिन हो किंतु उकताते नहीं, फीड़ में चंचल बने जो वीर दिखलाते नहीं। फीड़ में चंचल बन जो वीर दिखलाते नहीं। हो गया एक आन में, हो गया एक आन में उनकी बुरे दिन भी फले, सब जहाँ सब काल में
उसे ही मिले फूले फले। आज करना है जिसे करते उसे है, आज ही सोचते करते हैं जो कुछ कर दिखाता है वही। मानता जो भी हो सुनता है सदा सबकी कही, मानता जो भी हो सुनता है सदा सबकी कही। जो मदद करता है अपनी आप से, जो मदद करता है अपनी इस जहद में आप से। कौन ऐसा काम है वे कर जिसे सकते नहीं, जो अपनी समय यूं व्यर्थ नहीं करते, जो अपनी समय यूं व्यर्थ नहीं करते। आज कल कहते हुए वो दिन गवाता है नहीं, काम करने के वजह बातें बनाता है नहीं। यत्न करने से जो जी चुराता है नहीं। आशा करती हूँ कि आपको मेरी कविता पसंद आई होगी। धन्यवाद। आदरणीय गुरुजनों और मेरे प्यारे मित्रों, सभी को मेरा प्रणाम। आज मैं यहाँ बढ़ते हुए आतंकवाद के बारे में कुछ शब्द कहना चाहूँगी। हम लगभग हर रोज़ हमारे अखबारों में ये खबर सुनते हैं कि यहाँ आतंकवाद बहुत बढ़ चुके हैं। हमारे देश में आतंकवादी घुसपैठियों से हमारे देश में घुस रहे हैं। बहुत सारी ऐसी खबर हम सुनते हैं, लेकिन हमने इस चीज़ में गौर किया है कि ये क्यों होता है, इसका कारण क्या है, इसकी वजह क्या है। इसकी एक ही उत्तर है कि लोगों के मन में ईर्ष्या, गुस्सा और लालच बहुत बढ़ चुका है और लोग एक दूसरे की ही दुश्मन बन चुके हैं। लेकिन पहले लोग प्यार से रहते थे, एक दूसरे की परवाह करते थे, एक दूसरे की मदद करते थे। लेकिन अभी की कलयुग ही ऐसी है जो लोगों को दूसरे की दुश्मन बनने में मजबूर कर रही है। पहले हम सुनते थे कि देश में इस देश ने उस देश से आतंकवाद फैलाया, लेकिन अभी तो घर घर में आतंकवाद फैल रहा है। हमारे देश के ही देशवासियों ने हमारे देश में आतंकवाद फैला दिया है। ऐसी बहुत सारी खबरें। इससे हमारे देश की एकता टूट रही है, हमारे देश के प्रेम टूट रहा है। बहुत सारी बातें। हमें हमारे अगली पीढ़ियों को भी ये समझाना चाहिए कि कभी भी आतंकवाद से या आतंक का माहौल फैलाने से कुछ चीज़ कभी ख़त्म नहीं होती या उसका हल कभी नहीं मिलता। हमें अगर ये सब कम करना है तो हमें जो दुश्मन है उन्हें एक साथ लेकर आके बात करनी चाहिए, उसका हल ढूंढना चाहिए, ना कि इसका मतलब ये है कि आतंकवाद फैलाया जाए। तो हम ये सुनिश्चित करें कि हमारे देश में, हमारे गलियों में, मोहल्लों में कभी भी आतंकवाद ना हो, वहाँ की माहौल हमेशा शांत रहे। आतंकवाद का माहौल कभी ना छाए, इसकी ज़रूर ध्यान रखिएगा। धन्यवाद। नमस्कार, मैं आपके सामने आज मानवता सबसे श्रेष्ठ धर्म पर अपने विचार व्यक्त करने के लिए यहाँ उपस्थित है। मानवता ही सबसे श्रेष्ठ धर्म होती है। सभी मनुष्य में स्नेह करने का मूल पाठ मानव धर्म सिखाता है। जाति, समुदाय, वर्ण, धर्म, देश आदि के विभिन्न भेदभाव के लिए यहाँ कोई स्थान नहीं होता है। मानव धर्म का आदर्श और इसकी मनोभूमि अत्यंत ऊंची है और इसका पालन में मानव जीवन की वास्तविकता निहित है। मानव धर्म सभ्यता और संस्कृति की एक प्रकार की रीढ़ की हड्डी है। इसके बिना सभ्यता व संस्कृति का विकास कल्पना मात्रा में ही है। मानव धर्म की वास्तविकता और उपादेयता इसी में है कि मनुष्यत्व के विकास के साथ ही विश्व भर के लोग सुख, शांति और प्रेम के साथ रहे। प्राणी मात्रा में रहने वाली आत्मा उसी परमपिता परमेश्वर का ही अंश है। प्रत्येक में एक ही जगन्यता प्रभु का प्रतिबिंब दिखलाई देता है। यह समझकर मनुष्य की और आदर भावना बनाए रखे।
तभी अंतर्राष्ट्रीय भावनाओं को, चाहे वे राजनीतिक, आर्थिक, सामाजिक और सांस्कृतिक हो, सर्वगणित विकास संभव हो है। मानव धर्म का आध्यात्मिकता और नैतिकता से महत्वपूर्ण संबंध है। यदि कोई मानव चारित्रिक या नैतिक आदर्श में उसका श्रद्धा नहीं है, ईश्वरीय सत्य में यदि उसका विश्वास नहीं हो, उसमें मानवता की कोई अंश नहीं है। मानवता सबसे श्रेष्ठ धर्म होती है। धन्यवाद। आदरणीय अध्यापकों और मेरा प्रिय मित्रों, सबको मेरा प्रणाम। मेरा प्रिय पुस्तक विषय के बारे में कहना चाहती हूँ। पुस्तक का मनुष्य के जीवन में विशेष महत्व होता है। ये उसकी सच्ची साथी व मित्र होती है। उसके अच्छे व बुरे समय में उसका साथ देती है। उसकी प्रत्येक समस्या का निवारण इनकी सहायता से किया जा सकता है। परंतु हमें अच्छों पुस्तकों की ही अध्ययन करना चाहिए। मन को स्वस्थ व प्रसन्न रखने के लिए अच्छी पुस्तकों का अध्ययन आवश्यक है। मेरा प्रिय पुस्तक रामचरितमानस है। यही प्रिय पुस्तक है। इसमें वे गुण विद्यमान है जो एक श्रेष्ठ पुस्तक के होने चाहिए। इस महाकाव्य के नायक श्री राम माता पुरुषोत्तमन है। ये जीवन के सभी क्षेत्रों में लाख, दया, परोपकार, धैर्य, सहानुभूति, जन रक्षक, कृपालु आदि अनेक गुणों के परिचायक है। इसके रचना का शुभारंभ 1631 की मार्गशीर्ष की शुक्ला पंचमी को रविवार के दिन मानी जाती है तथा इसका रचना स्थान अयोध्या व काशी है। इसकी भाषा अवधी है। यह पुस्तक अत्यंत लोकप्रिय है। यह है अमर कृति है। यह पुस्तक साहित्य, दर्शनी, राजनीति, धर्म और समाजशास्त्र सभी की दृष्टि से सर्वात्मक है। इसमें मानव जीवन की सभी समस्याओं का समाधान किया गया है। इस पुस्तक में निहित इन सभी गुणों के मुझे इस पुस्तक का नियमित पाठक बना दिया है। रामचरितमानस को सभी वर्ग के लोगों ने सम्मान दिया है। इसकी इन्हीं आदर्श विशेषताओं के कारण मैं इस ग्रंथ को अत्यधिक प्रेम करता हूँ। धन्यवाद।